ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠഭാഗം 9 മുതലാണ് ഈ എക്സാമിനുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. നമുക്ക് പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കി പഠിക്കേണ്ട ഭാഗങ്ങളൊന്ന് ഷോർട്ടാക്കിയിട്ട് പറയാം. ഈ നിസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ പാഠഭാഗത്തിലെ മുൻകഴിഞ്ഞ നബിമാരുടെ നിസ്കാര സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കുക. ഈ 2 സമയങ്ങൾക്കിടയിലുള്ളതാണ് നിസ്കാര സമയം എന്ന് പറഞ്ഞിട്ട് ളുഹർ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ മധ്യാഹ്ന നിഴലിന് പുറമെ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമാകുന്നത് വരെയാണ് ളുഹർ. അസർ ളുഹറിൻ്റെ അവസാന സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ്. മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മേഘത്തിലെ കടും ചുവപ്പ് മാറുന്നത് വരെയാണ്. ഇശാ മേഘത്തിലെ കടും ചുവപ്പ് മാഞ്ഞത് മുതൽ ഫജ്ർ സ്വാദിഖ് വരെയാണ്. ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നത് വരെയാണ്. സുബ്ഹ് ഫജ്ർ സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം, മാച്ച് ചെയ്യാൻ വരാം, മനസ്സിലാക്കി പഠിക്കുക. വല്ല കാരണവശാലും സമയം അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗവേഷണം നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. മനസ്സിലാക്കുക. വക്തിൻ്റെ പവിത്രതയ്ക്ക് വേണ്ടി നിസ്കരിക്കുകയും പിന്നീട് ഖളാ വീട്ടുകയും വേണം. ആര്? ഗവേഷണം നടത്താൻ സാധിച്ചില്ലെങ്കിൽ വക്തിൻ്റെ പവിത്രതയ്ക്ക് വേണ്ടി നിസ്കരിക്കുകയും പിന്നീട് ഖളാ വീട്ടുകയും വേണം. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു. അസ്സലാത്തു ലിഅവ്വലി വക്തിഹ, നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതാരാ പറയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാന്ന് ചോദിച്ചപ്പോൾ അസ്സലാത്തു ലിഅവ്വലി വക്തിഹ, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണ്. ജമാഅത്ത് ലഭിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ സുന്നത്താണ്. മനസ്സിലാക്കുക. എന്നാൽ പൂർണ്ണമായും വക്തിൽ തന്നെ നിസ്കരിക്കാൻ കഴിയാത്ത രീതിയിൽ പിന്തിക്കൽ ഹറാമുമാണ്. മനസ്സിലാക്കുക. അറഫ ലഭിക്കാനും അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാനും നിസ്കാരം പിന്തിക്കേണ്ടി വന്നാൽ പിന്തിക്കൽ നിർബന്ധമാണ്, അവിടെ വാജിബാണ്. ഉണരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും സമയമായതിനു ശേഷം നിസ്കരിക്കാതെ ഉറങ്ങൽ കറാഹത്താണ്. നിസ്കരിക്കാതെ ഉറങ്ങുന്നതിൻ്റെ വിധി കറാഹത്താണ്. ഉണരുമെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ഹറാമുമാണ്. മനസ്സിലാക്കുക. നിസ്കാരം പൂർണ്ണമായും വക്തിൽ തന്നെ ലഭിക്കാൻ ഫർളുകൾ മാത്രം ചെയ്ത് നിസ്കരിക്കൽ സുന്നത്തില്ല. മനസ്സിലാക്കുക. കാരണമില്ലാതെ സുന്നത്ത് നിസ്കാരവും കാരണം പിന്നിയ സുന്നത്ത് നിസ്കാരം നിർവഹിക്കൽ കുറ്റകരമാകുന്ന സമയം പറയുന്നുണ്ട് ഇവിടെ. സുബഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയവും അസർ നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയവും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മധ്യാഹ്ന സമയത്തും എന്നീ സമയങ്ങളിൽ കാരണമില്ലാതെ സുന്നത്ത് നിസ്കാരവും കാരണത്തോട് പിന്തിയ സുന്നത്ത് നിസ്കാരവും നിർവഹിക്കൽ കുറ്റകരമാണ്. മനസ്സിലാക്കുക. മേൽ പറഞ്ഞ സമയങ്ങളിൽ നിർവഹിക്കേണ്ട നിസ്കാരങ്ങളല്ലാത്ത മറ്റു നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഈ സമയങ്ങളിൽ നിർവഹിക്കരുത്. ഇതേ വിധി തന്നെയാണ്, അതായത് കുറ്റകരമാണ്. മനസ്സിലാക്കുക. ഖളാ ആയ ഫർള് നിസ്കാരങ്ങളാണെങ്കിൽ പോലും അത് ഖളാ വീട്ടിൽ കുറ്റകരമാണ്. നിസ്കാരം സ്വഹീഹാവുകയില്ല. മനസ്സിലാക്കുക. ഖളാ ആയ ഫർള് നിസ്കാരം പോലും ഈ സമയങ്ങളിൽ ഖളാ വീട്ടുകയാണെങ്കിൽ സ്വഹീഹാവുകയില്ല. സമയം മനസ്സിലാക്കുക, നന്നായി മനസ്സിലാക്കി പഠിക്കുക. പാഠത്തിൽ വന്ന മാച്ച് ചെയ്യാൻ വന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. തദ്രിബാത്ത് നന്നായി മനസ്സിലാക്കുക. 10ാമത്തെ പാഠത്തിൽ എന്താണ്? അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഷർത്തുകൾ പറയുന്നുണ്ട്. അദാനിനും ഇക്കാമത്തിനും ശേഷം ആയത്തുൽ കുർസി ഓതുക. മനസ്സിലാക്കുക. പിന്നെന്താണ്? ഷർത്തുകളും സുന്നത്തുകളും പാലിക്കണം. അദാനും ഇക്കാമത്തും നിർവഹിക്കുമ്പോൾ ഷർത്തുകളും സുന്നത്തുകളും പാലിക്കണം. അവ പാലിച്ചാൽ വലിയ പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മുഅദ്ദിനെ കേൾക്കുന്ന മനുഷ്യരും ജിന്നുകളും മറ്റു വസ്തുക്കളും ഖിയാമത്ത് നാളിൽ സാക്ഷി പറയും. അല്ലാഹു തആലയുടെ പ്രീതി പ്രതീക്ഷിച്ച് 7 വർഷം അദാൻ ചെയ്യുന്നവന് നരകമോചനം എഴുതപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഷർത്തുകൾ: മുഅദ്ദിൻ മുസ്ലിമും മുമയ്യിസുമായ പുരുഷനാവുക. എന്നാൽ സ്ത്രീകൾക്ക് ഇക്കാമത്ത് സുന്നത്തുള്ളൂ. അദാനിന് നിയമിക്കപ്പെടുന്നവൻ മുക്കല്ലഫും വിശ്വസ്തനും സമയമറിയുന്നവനുമാവുക.
സമയമാവുക, അറബി ഭാഷയിലാവുക, വാചകങ്ങൾക്കിടയിൽ തർത്തീബും മുവാലാത്തും ഉണ്ടാവുക. ഇതൊക്കെയാണ് അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഷർത്തുകൾ. അപ്പോൾ ഇവിടെ അറബി ഭാഷയിലാവുക എന്നത് ചോദിച്ചാണ് നമുക്ക് അതിൻ്റെ ഓപ്ഷൻ തരും. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഷർത്തുകളാണോ സുന്നത്തുകളാണോ, മനസ്സിലായില്ല? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇനി എന്തെല്ലാമാണ് സുന്നത്തുകൾ? മുഅദ്ദിൻ ശുദ്ധിയുള്ളവനും നീതിമാനുമാവുക, ഭംഗിയുള്ള ശബ്ദത്തിൽ ഉച്ചത്തിൽ അദാൻ ചെയ്യുന്നവനാവുക, കിബിലക്ക് മുന്നിടുക, ജമാഅത്തിനുള്ള അദാനിൽ ശബ്ദമുയർത്തുക, അദാൻ സാവധാനത്തിലും ഇഖാമത്ത് വേഗത്തിലുമാവുക, തർജീഹ് ചെയ്യുക, ഹയ്യാല സലാ എന്ന് പറയുമ്പോൾ ഒരു തവണ വലതു ഭാഗത്തേക്കും ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോൾ ഒരു തവണ ഇടതു ഭാഗത്തേക്കും. അപ്പോൾ വലതു ഭാഗത്തേക്ക് മുഖം തിരിക്കേണ്ടത് എന്ത് പറയുമ്പോഴാണ്? ഹയ്യാല സ്വല പറയുമ്പോൾ. ഹയ്യാലൽ ഫലാ പറയുമ്പം ഇടതു ഭാഗത്തേക്കും തലതിരിക്കണം, മനസ്സിലാക്കുക. സുബ്ഹിന്റെ അദാനിൽ ഹയ്യാലകൾക്ക് ശേഷം തസ്വീബ് പറയുക, അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ആയത്തുൽ കുർസി ഓതുക, അദാൻ ചെയ്യുന്നവനും ഇഖാമത്ത് ചെയ്യുന്നവനും ഒരാളാവുക, ഇഖാമത്ത് അദാൻ ചെയ്ത സ്ഥലത്തല്ലാതിരിക്കുക, ഇഖാമത്തിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുക, അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം സ്വലാത്തും സലാമും ദുആവും ചൊല്ലുക എന്നിവ സുന്നത്തുകളിൽ പെട്ടതാണ്. മനസ്സിലാക്കി പഠിക്കുക. അദാനിൻ്റെ സുന്നത്തുകൾ 5 വരെ കുറയാതെ എഴുതാൻ വരും. അദാനിൻ്റെ ഫർളുകൾ, അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും നന്നായി മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എപ്പോഴൊക്കെയാണ് അദാനും ഇഖാമത്തും സുന്നത്തുള്ളത് അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കട്ടാ. ഒരേ സമയം ഒന്നിലധികം അദാൻ കേൾക്കുകയാണെങ്കിൽ എല്ലാ അദാനിനും ഇജാബത്ത് ചെയ്യണം, മനസ്സിലാക്കുക. ആദ്യത്തെ അദാനിൽ ഇജാബത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. ആദ്യത്തെ അദാനിന് ഇജാബത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. വിസർജനം നടത്തുന്നവരും നിസ്കരിക്കുന്നവരും ഇജാബത്ത് ചെയ്യരുത്. അവയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അവർ ഇജാബത്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കുക. തർക്കാത്തിലുള്ളതൊക്കെ മനസ്സിലാക്കുക. പാഠം നന്നായി പഠിക്കുക. 11ാമത്തെ പാഠം മസ്ജിദുകളെ കുറിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാടുകളിൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുകളാണ്. നാടുകളിൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുകളാണ്, ഏറ്റവും മോശമായത് അങ്ങാടികളുമാണ്. മദീന എത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്ത കാര്യം മസ്ജിദുൽ ഖുബായിൻ്റെ നിർമ്മാണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും മസ്ജിദ് നിർമ്മിച്ചാൽ അതുപോലുള്ളൊരു ഭവനം സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല അവന് വേണ്ടി നിർമ്മിക്കും, മനസ്സിലാക്കുക. മസ്ജിദ് മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമാണ്. ഇബാദത്തുകൾ നിർവഹിക്കുക, അറിവ് പഠിക്കുക, നിക്കാഹ് ചെയ്യുക തുടങ്ങിയ എല്ലാ പ്രധാന കാര്യങ്ങളും മസ്ജിദിൽ വെച്ചാവുക. മസ്ജിദിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, മസ്ജിദിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതൊക്കെ മനസ്സിലാക്കുക. മസ്ജിദുകളുടെ ശ്രേഷ്ഠത. യഥാക്രമം 3 സ്ഥാനത്ത് നിൽക്കുന്ന മസ്ജിദുകൾ: മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ. അപ്പോൾ അവിടെ ശ്രേഷ്ഠതകൾ: മസ്ജിദുൽ ഹറാമിൽ 1,00,000 നിസ്കരിക്കുന്ന പ്രതിഫലം, മസ്ജിദുൽ നബവിയിൽ 1000 റക്അത്ത് നിസ്കരിക്കുന്ന പ്രതിഫലം, മസ്ജിദുൽ അഖ്സായിൽ 500 റക്അത്ത് നിസ്കരിക്കുന്ന പ്രതിഫലം, മനസ്സിലാക്കുക. മസ്ജിദുമായി നിരന്തരം ബന്ധപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. അവർക്ക് ഈമാനുണ്ടെന്ന് സാക്ഷ്യം വഹിക്കുക. ആർക്ക്? മസ്ജിദിലേക്ക് പതിവായി പോകുന്നവർക്ക്, മനസ്സിലാക്കുക. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ചോദിക്കും, എവിടെ എൻ്റെ അയൽവാസികൾ? ആരാണ് അല്ലാഹു തആലയുടെ അയൽവാസികൾ? തആല ചോദിക്കും, എവിടെ എൻ്റെ അയൽവാസികൾ? ആരാണ് അയൽവാസികളെ? അല്ലാഹു തആല പറയും, എവിടെ? മസ്ജിദ് പരിപാലിക്കുന്നവർ. മസ്ജിദുകളെ വൃത്തിയാക്കുകയും സുഗന്ധം പുകയ്ക്കുകയും മോക്കതായ സുന്നത്താണ്. മസ്ജിദിൽ നജസുണ്ടെങ്കിൽ അത് വൃത്തിയാക്കൽ നിർബന്ധമാണ്. മസ്ജിദിൽ നജസുണ്ടെങ്കിൽ വൃത്തിയാക്കുന്നതിൻ്റെ വിധി എന്ത്? നിർബന്ധമാണ്. മസ്ജിദിൽ സുഗന്ധം പുകയ്ക്കൽ സുന്നത്താണ്, മസ്ജിദ്, മനസ്സിലാക്കുക. ആരാണ് അല്ലാഹു തആലയുടെ അയൽവാസികൾ? മസ്ജിദ് പരിപാലിക്കുന്നവർ. മസ്ജിദ് പരിപാലിക്കുന്നവരാണ് അല്ലാഹു തആലയുടെ അയൽവാസികൾ, മനസ്സിലാക്കുക. മസ്ജിദിലേക്ക് പോകുമ്പോൾ അദബുകൾ പാലിക്കണം. കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, സാവധാനത്തിൽ നടക്കുക, വലത് കാൽ വെച്ച് പ്രവേശിക്കുക, പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലുക, ഏത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്യുക, ഖുർആൻ ഓതുക, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക, ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങുക, പുറത്തിറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലുക തുടങ്ങിയ മസ്ജിദിൽ പാലിക്കേണ്ട അദബുകളാണ്. മസ്ജിദിൽ പാലിക്കേണ്ട അദബുകൾ മനസ്സിലാക്കി പഠിക്കുക. മസ്ജിദിൽ വെച്ച് കച്ചവടം നടത്താനോ നഷ്ടപ്പെട്ട സാധനങ്ങൾ അന്വേഷിക്കാനോ ശബ്ദമുയർത്തി സംസാരിക്കാനോ പാടില്ല. മസ്ജിദിൽ വെച്ച്
ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുക. മസ്ജിദിലെ പ്രധാന ഇബാദത്താണ് ഏത്തിക്കാഫ്. ഏത്തിക്കാഫിന് നിയ്യത്തോടെ മസ്ജിദിൽ കുറച്ച് സമയം ചിലവഴിക്കലാണ്. ഏത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ നിയ്യത്തോട് മസ്ജിദിൽ കുറച്ച് സമയം ചിലവഴിക്കലാണ് ഏത്തിക്കാഫ്. ജുമയുള്ള മസ്ജിദാണ് അതിന് ഏറ്റവും ശ്രേഷ്ഠം. ഏത്തിക്കാഫിന് ഏറ്റവും ശ്രേഷ്ഠം ജുമയുള്ള മസ്ജിദാണ്. അത് ആരാധകനെ പ്രേരിപ്പിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്യും. ഏത്? ഏത്തിക്കാഫിരിക്കല്. ഏത്തിക്കാഫിരിക്കല് ആരാധനകൾക്ക് പ്രേരിപ്പിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്യും. മനസ്സിലാക്കാം. അത് കാരണം നല്ലവരോടുള്ള സഹവാസം ഉണ്ടാവുകയും തഖ്വ വർദ്ധിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ റമളാനിലെ അവസാന 10കളിൽ ഏത്തിക്കാഫ് ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത്തിക്കാഫ് ചെയ്തിരുന്നത് റമളാനിലെ അവസാന 10 ദിവസങ്ങളിലാണ്. മനസ്സിലാക്കുക. തദ്രിബാത്ത് നോക്കുക, നന്നായി മനസ്സിലാക്കുക. അടുത്തത് 12ാമത്തെ പാഠം. മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു, പേര് പഠിക്കുക. മുസ്ലിം ഇബ്നു യസാർ നിസ്കരിച്ചു കൊണ്ടിരിക്കുക മസ്ജിദിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണു. അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹത്തിന് നിസ്കാരത്തിലുള്ള ഖുശൂ ആണ് അതിന് കാരണം. മനസ്സിലാക്കുക. മഹാന്മാരെല്ലാം നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്നതിന് ഉദാഹരണമാണ്. രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിഞ്ഞ് നിസ്കാരം വർദ്ധിപ്പിക്കുന്നവരായിരുന്നു അവര്. നിസ്കാരം അല്ലാഹു താലയുമായുള്ള മുനാജത്താണ്. അല്ലാഹു താലാക്ക് മുമ്പിൽ തൻ്റെ വിനയത്തും അടിമത്വവും ബോധിപ്പിക്കുന്നത് ഇബാദത്താണ്. അത് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നു, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. അല്ലാഹു താല പറഞ്ഞു, ഇന്നസ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വമുൻകരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 5 വക്ത് നിസ്കാരങ്ങൾ അല്ലാഹു താല അടിമകൾക്ക് നിർബന്ധമാക്കി. അവ പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു താല കരാർ ചെയ്തിട്ടുണ്ട്. അല്ലാഹു താല കരാർ ചെയ്തിട്ടുണ്ട്. എന്താണ്? 5 വക്ത് നിസ്കാരം പൂർണ്ണമായി നിർവഹിക്കുന്നവർ, പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. നുബുവത്തിന്റെ 10ാം വർഷം റജബ് 27 ഇസ്രാ മിഅ്റാജ് രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. മുസ്ലിമും മുക്കല്ലഫും ഹൈള് നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ളവരുമായ എല്ലാവർക്കും നിസ്കാരം നിർബന്ധമാണ്. എന്നാൽ ബുലോയിന് മുമ്പും തമീസിന് ശേഷവും ഭ്രാന്തിൻ്റെയും ബോധക്ഷയത്തിൻ്റെയും സമയത്തും ഖളാ നിസ്കാരം ഖളാ വീട്ടൽ സുന്നത്താണ്. ഓപ്പറേഷൻ പോലെയുള്ള അനിവാര്യ കാര്യത്തിന് വേണ്ടി ബോധം നീക്കിയവരും അതേ വിധി തന്നെയാണ്. നിസ്കാരം സുന്നത്താണ്, ഖളാ വീട്ടൽ സുന്നത്താണ്. ഖളായ നിസ്കാരം പെട്ടെന്ന് തന്നെ വീട്ടണം. അത്യാവശ്യ കാര്യങ്ങൾക്കുള്ളതല്ലാതെ എല്ലാ സമയവും അതിന് വിനിയോഗിക്കണം. കാരണമില്ലാതെ ഖളായ നിസ്കാരങ്ങൾ ആദ്യം നിർവഹിക്കണം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്താണ്? അറിവില്ലാതെയോ അശ്രദ്ധമായ ചെയ്താൽ പോലും നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നന്നായി മനസ്സിലാക്കുക. ഇടയിൽ വെച്ചിട്ട് അവസാനിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുക, അവസാനിപ്പിക്കണമോ വേണ്ടയോ എന്ന് സംശയിക്കുക, ചാട്ടം പോലുള്ള അതിരുവിട്ട ചലനമുണ്ടാവുക, നിസ്കാരത്തിന്റെ ചലനങ്ങളിൽ പെടാത്ത തുടർച്ചയായ 3 ചലനങ്ങളുണ്ടാവുക, തമാശ രൂപത്തിൽ വല്ലതും ചെയ്യുക, നിയ്യത്തിൻ്റെയോ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെയോ ഒഴിവാക്കുകയോ അവ ചെയ്തോ എന്ന് സംശയിക്കുക ചെയ്യുക. അപ്പോൾ ആ പാരഗ്രാഫൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. 5 വാക്കിൽ കുറയാതെ എഴുതാൻ വരും. അറിവില്ലാതെ അശ്രദ്ധമായി ചെയ്താൽ പോലും നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ, അതുപോലെ മനഃപൂർവ്വം ചെയ്താൽ മാത്രം നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. റുക്കൂ പോലുള്ള ഫീലിയായ ഫർളിനെ വർദ്ധിപ്പിക്കുക, നിസ്കാരം ബാത്തിലാകും. എന്നാൽ അശ്രദ്ധമായി ചെയ്താൽ നിസ്കാരം ബാത്തിലാവുകയില്ല. കൗലിയായ ഫർളിൻ്റെയോ സുന്നത്തിൻ്റെയോ പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിച്ചാലും നിസ്കാരം ബാത്തിലാകും. നിയ്യത്തോ തക്ബീറത്തുൽ ഇഹ്റാമോ അല്ലാത്ത ഫർളിനെ ഒഴിവാക്കുക, സ്ഥാനം മാറ്റി നിർവഹിക്കുക, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ 1 ഒഴിവാക്കുക, അർത്ഥമുള്ള ഒരു ഹർഫ് അർത്ഥമില്ലാത്ത 2 ഹർഫ് മൊഴിക തുടങ്ങിയ കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ഈ പാഠത്തിൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. 13ാമത്തെ പാഠം എന്താ പറയുന്നത്? റുക്കൂ സുജൂദ് തുടങ്ങിയവയിൽ കറാഹത്തുള്ളത്, നിസ്കാരത്തിൽ നൃത്തത്തിൽ കറാഹത്തുള്ളത്, നിസ്കാരത്തിൽ പൊതുവെ വരുന്ന കറാഹത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിരോധിച്ച സ്ഥലങ്ങൾ, അതൊക്കെ ഈ പാഠത്തിൽ നന്നായി മനസ്സിലാക്കുക. ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു മരണാസന്നനായി തൻ്റെ ശിഷ്യനായ മുഹമ്മദ് ബിൻ ഇബ്രാഹിമിനോട്
ഉളൂ ചെയ്തു കൊടുക്കാൻ ആംഗ്യം കാണിക്കുന്നു. പോകാറായ സമയത്ത് പോലും താടി തിക്കകറ്റുന്ന സുന്നത്ത് നഷ്ടമാവാത്ത മഹാനാണ് അദ്ദേഹം ഉളൂ ചെയ്ത സംഭവം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കാം. ഇമാം ഷിബിലി മരണാസന്നയായ സമയം മുഹമ്മദ് ബിൻ ഇബ്രാഹിമാണ്, ശിഷ്യനായ മുഹമ്മദ് ബിൻ ഇബ്രാഹിമാണ് ഉളൂ ചെയ്തു കൊടുക്കുന്നത്. മനസ്സിലാക്കുക. സുന്നത്തുകൾ ഒഴിവാക്കുന്നതും പൂർണ്ണതക്ക് ഭംഗം വരുത്തും. സുന്നത്തുകൾ ഒഴിവാക്കുന്നത് പൂർണ്ണതക്ക് ഭംഗം വരുത്തും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തിനാണ് ചില ആളുകൾ നിസ്കാരത്തിൽ മേൽപോട്ട് നോക്കുന്നത്? അവർ അത് അവസാനിപ്പിക്കണം. മലമൂത്ര വിസർജനത്തിന് ആവശ്യമാകുന്ന സമയത്തും ഉറക്കം തൂങ്ങുന്ന സമയത്തും നിസ്കാരം കറാഹത്താണ്. ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും സാന്നിധ്യത്തിൽ വിശപ്പോടെയും ദാഹത്തോടെയും നിസ്കരിക്കുന്നതിനും അതേ വിധി തന്നെയാണ്, കറാഹത്താണ്. മനസ്സിലാക്കുക. ചാരി നിൽക്കുക, ഒരു കാലിൽ നിൽക്കുക, 2 കാലുകൾ ചേർത്ത് നിൽക്കുക, കൈ ഊരയിൽ വെക്കുക തുടങ്ങിയവ നൃത്തത്തിൽ കറാഹത്തുള്ള കാര്യങ്ങളാണ്. മനസ്സിലാക്കുക. അഊദു, സൂറത്ത് എന്നിവ ഒഴിവാക്കുക. ഇമാം ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാൻ തുടങ്ങുക. ഇമാമിൻ്റെ സൂറത്ത് പാരായണം കേൾക്കുന്ന മഅ്മൂമ് സൂറത്ത് ഓതുക. ഉച്ചത്തിൽ ഓതേണ്ട സ്ഥലങ്ങളിൽ പതുക്കെ ഓതേണ്ട സ്ഥലങ്ങളിൽ ഉച്ചത്തിലും ഓതുക. ഉറങ്ങുന്നവർക്കോ നിസ്കരിക്കുന്നവർക്കോ ശല്യമുണ്ടാക്കുന്ന തരത്തിൽ ഉച്ചത്തിൽ ഓതുക എന്നിവ പാരായണത്തിൽ കറാഹത്തുകളാണ്. നിസ്കാരത്തിൽ പാരായണത്തിൽ കറാഹത്തുകളാണത്. റുക്കൂയിൽ മുതുകിനേക്കാൾ തല ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുക. ഇമാമിൻ്റെ തസ്ബീഹുകൾ 3ൽ കൂടുതലാവുക. സുജൂദിലേക്ക് കുനിയുമ്പോൾ കാൽമുട്ട് വെക്കുന്നതിന് മുമ്പ് കൈവെക്കുക. സുജൂദിൽ മൂക്ക് വെക്കാതിരിക്കുക തുടങ്ങിയവ റുക്കൂയിലും സുജൂദിലും ഉണ്ടാകാവുന്ന കറാഹത്തുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സുജൂദിലും റുക്കൂയിലൊക്കെ ഉണ്ടാകാവുന്ന കറാഹത്തുകളാണ്. മനസ്സിലാക്കുക. അപ്പോൾ അത് റുക്കൂയിലും സുജൂദിലും ഉണ്ടാകാവുന്ന കറാഹത്തുകളിൽ നിന്ന് 2 എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. മനസ്സിലാക്കുക. അടുത്തത്, ഒന്നാമത്തെ അത്തഹിയാത്തിനെ നീട്ടുക, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം ദുആ ഒഴിവാക്കുക തുടങ്ങിയവ അത്തഹിയാത്തിലെ കറാഹത്തുകളാണ്. മനസ്സിലാക്കുക. ആവശ്യമില്ലാതെ തല തിരിക്കുക, മേൽപോട്ട് നോക്കുക, ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള വസ്തുവിലേക്ക് നോക്കുക, പുരുഷൻ തലയും ചുമലും മറക്കാതിരിക്കുക, ആവശ്യമില്ലാതെ ഷർട്ടിൻ്റെ കൈ പോലുള്ള വസ്ത്രം ഭാഗങ്ങൾ മടക്കി വെക്കുക, നജസിൻ്റെ നേരെ നിസ്കരിക്കുക തുടങ്ങിയവ നിസ്കാരത്തിൽ പൊതുവെ വരാവുന്ന കറാഹത്തുകളാണ്. മനസ്സിലാക്കുക. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 7 സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിരിക്കുന്നു. മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം, അറവ് നടത്തുന്ന സ്ഥലം, ശ്മശാനം, വഴി, ടോയ്ലറ്റ്, ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലം, കഅബയുടെ മുകൾ ഭാഗം എന്നിവയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച 7 സ്ഥലങ്ങൾ, നിസ്കാരം നിരോധിച്ച 7 സ്ഥലങ്ങൾ. മനസ്സിലാക്കുക, പഠിക്കുക. 14ാമത്തെ പാഠം, സഹ്വിൻ്റെ സുജൂദ്, ശുക്രിൻ്റെ സുജൂദ്, തിലാവയുടെ സുജൂദൊക്കെയാണ് പറയുന്നത്. മനസ്സിലാക്കുക. സലാം ചെല്ലുന്നതിൻ്റെ അല്പം മുമ്പാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. നിസ്കാരത്തിൽ സുജൂദ് പോലെ തന്നെയാണ്. സുജൂദിലെ ദിക്റുകൾ തന്നെയാണ് ചൊല്ലേണ്ടത്. എന്നാൽ ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും സഹ്വിൻ്റെ സുജൂദ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സുജൂദിനെ കരുതിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അബ്ആൽ സുന്നത്തുകളിൽ വല്ലതും ഒഴിവാക്കിയോ എന്ന് സംശയിക്കുകയോ ചെയ്യുക. കൗലിയായ ഫർളിനെയോ അബ്ആൽ സുന്നത്തിനെയോ സൂറത്തിനെയോ അസ്ഥാനത്ത് ഓതുക. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ മറന്നു ചെയ്യുക. റക്അത്തുകൾ കൂടുതലായോ എന്ന് സംശയത്തോടെ നിസ്കരിക്കുക എന്നീ കാര്യങ്ങളുണ്ടായാൽ സഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ്. സഹ്വിൻ്റെ സുജൂദ് സുന്നത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മനസ്സിലാക്കുക. ആ ഒരു പാരഗ്രാഫ് നന്നായിട്ട് പഠിക്കുക. സഹ്വിൻ്റെ സുജൂദിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാലൊക്കെ എഴുതാൻ കഴിയുന്ന രീതിയിൽ പാഠഭാഗം മനസ്സിലാക്കുക. സുജൂദിൻ്റെ മറ്റൊരു ഇനമാണ് തിലാവത്തിൻ്റെ സുജൂദ്. സജദയുടെ ആയത്തുകൾ പൂർണ്ണമായി ഓതുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴാണ് ആ സുജൂദ് ചെയ്യേണ്ടത്. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് എപ്പോഴാണ്? സജദയുടെ ആയത്തുകൾ പൂർണ്ണമായി ഓതുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴാണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. അത് ഒരു സുജൂദ് മാത്രമാണ്. അതൊരു സുജൂദാണ്. എന്നാൽ സഹ്വിൻ്റെ സുജൂദ് 2 സുജൂദാണ്. സാധാരണ നിസ്കാരത്തിലെ സുജൂദ് പോലെ തന്നെയാണ്. മനസ്സിലാക്കുക.
സജദ വജ്ഹിയ ലില്ലദി ഹലഖഹു വസവ്വറഹു വശഖ്ഖ സംഉഹു വബസറു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്റാണ് ഇതിൽ ചൊല്ലേണ്ടത്. മനസ്സിലാക്കുക. തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ മനസ്സിലാക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരും കേട്ടോ. അടുത്തതെന്താണ്? എന്നാൽ ഇമാമ് സുജൂദ് ചെയ്താൽ മാത്രമേ മഅ്മൂമ് ചെയ്യാൻ പാടുള്ളൂ. ജമാഅത്ത് നിസ്കാരത്തിൽ സജദയുടെ ആയത്ത് ഓതുമ്പോൾ സുജൂദ് സുന്നത്താണ്. എന്നാൽ ഇമാമ് സുജൂദ് ചെയ്താൽ മാത്രമേ മഅ്മൂമ് ചെയ്യാൻ പാടുള്ളൂ. റെക്കോർഡ് ചെയ്ത ഖിറാഅത്ത് സജദയുടെ ആയത്ത് കേട്ടാലും സുജൂദ് ചെയ്യേണ്ടതില്ല. റെക്കോർഡ് ചെയ്ത ഖിറാഅത്തിലെ സജദയുടെ ആയത്ത് കേട്ടാൽ സുജൂദ് ചെയ്യേണ്ടതില്ല. മനസ്സിലാക്കുക. നിസ്കാരത്തിന് പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിന് 4 ഫർളുകളുണ്ട്. നിസ്കാരത്തിൻ്റെ പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിന് 4 ഫർളുകളുണ്ട്. ഒന്ന് നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സുജൂദ്, ഒരു സുജൂദാണുള്ളത്, സലാം എന്നിവയാണത്. നിയ്യത്ത് ഉച്ചരിക്കുക, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയം, ചുമലിന് നേരെ കൈ ഉയർത്തുക, കുനിയുന്നതിനും ഉയരുന്നതിനും തക്ബീർ ചൊല്ലുക, സലാമിന് വേണ്ടി ഇരിക്കുക, ദിക്ർ ചൊല്ലുക എന്നിവയാണ് അതിൻ്റെ സുന്നത്തുകൾ. അപ്പോൾ സുന്നത്തുകൾ മനസ്സിലാക്കുക. ഫർളുകൾ 4 അത് മനസ്സിലാക്കുക. നിസ്കാരത്തിൽ സജദ തിലാവക്ക് ഒരു ഫർള് മാത്രമേ ഉള്ളൂ. നിസ്കാരത്തിലാണെങ്കിൽ സജദ തിലാവക്ക് ഒരു ഫർള് മാത്രമാണുള്ളത്. മനസ്സിലാക്കുക. നിസ്കാരത്തിന് പുറത്താണെങ്കിൽ 4 ഫർള്, നിസ്കാരത്തിലാണെങ്കിൽ ഒരു ഫർള് മാത്രമേ ഉള്ളൂ. അത് ഒരു സുജൂദാണ്. നിയ്യത്ത് വെക്കുക, കുനിയുന്നതിനും ഉയരുന്നതിനും തക്ബീർ ചൊല്ലുക, ദിക്ർ ചൊല്ലുക, ഇഷ്തിറാഅത്തിന്റെ ഇരുത്തം ഒഴിവാക്കുക, സുജൂദിൽ നിന്നും ഉയർന്നു വീണ്ടും റുക്കൂ ചെയ്യുന്നതിന് മുമ്പ് ഖുർആനിൽ നിന്ന് വല്ലതും ഓതുക തുടങ്ങിയവയാണ് നിസ്കാരത്തിൽ സജദ തിലാവയുടെ സുന്നത്തുകൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. തിലാവത്തിൻ്റെ സുജൂദ് പോലെയാണ് ശുക്രിൻ്റെ സുജൂദ്. അപ്രതീക്ഷിതമായ അനുഗ്രഹമുണ്ടാവുകയോ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയോ മുസീബത്തിലകപ്പെട്ടവനെ കാണുകയോ ഫാസിക്കുകളെ കാണുമ്പോഴോ ആണ് ഇത് സുന്നത്ത്. ശുക്രിൻ്റെ സുജൂദ് മനസ്സിലാക്കുക. നിസ്കാരത്തിൽ ശുക്രിൻ്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ ശുക്രിൻ്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. കാരണങ്ങൾ ഉണ്ടായതിനു ശേഷം സമയം ദീർഘിപ്പിച്ചാൽ വേണ്ടെന്ന് വെച്ചാലും ഈ 2 സുജൂദ് ചെയ്യാനുള്ള അവസരം നഷ്ടമാകും. ഇവ രണ്ടും ഖളാ വീട്ടാനും പറ്റില്ല. ഏതൊക്കെ? ഖളാ വീട്ടാനൊന്നും പറ്റാത്ത സുജൂദാണ് ഏത്? ശുക്രിൻ്റെതും തിലാവത്തിൻ്റെയും സുജൂദ്. മനസ്സിലാക്കുക. സഹവിൻ്റെ സുജൂദ് എന്നാൽ സലാം വീട്ടിയതിന് ശേഷവും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കുക. ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനുമാണ് സഹവിൻ്റെ സുജൂദ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സുജൂദിനെ കരുതേണ്ടത്. മനസ്സിലാക്കുക. സഹവിൻ്റെ സുജൂദ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിയ്യത്ത് കരുതേണ്ടത് ആരല്ല? ചോദ്യം വരും. ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവരും. മനസ്സിലാക്കുക. തദ്രിബാത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്തത് 15ാമത്തെ പാഠം. എന്താ പറയുന്നത് ഇതിലെ? ശൈത്താൻ എൻ്റെ നിസ്കാരത്തിൽ തടസ്സം വരുത്തുന്നു, എൻ്റെ ഖിറാഅത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരാ പറഞ്ഞത്? ഉസ്മാൻ ഇബ്നു അബ്ദുൽ ആസി റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. ഉസ്മാൻ ഇബ്നു അബ്ദുൽ ആസി റളിയല്ലാഹു അൻഹു പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് ഹിൻസിബ് എന്ന ഷെയ്ത്താനാണ് നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നത്. മനസ്സിലാക്കുക. അപ്രകാരം വസ്വാസ് ഉണ്ടായാൽ അഊദ് ചൊല്ലുക, ഇടത് ഭാഗത്തേക്ക് 3 തവണ തുപ്പുകയും ചെയ്യുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു ഞാൻ അപ്രകാരം ചെയ്തിരുന്നു എന്ന്. മനസ്സിലാക്കുക. നിസ്കാരത്തിലെ ഷൈത്താൻ പല രീതിയിൽ വസ്വാസ് ഉണ്ടാക്കും. നിസ്കാരത്തിൻ്റെ അമലുകളിൽ സംശയം ഉണ്ടാക്കും. മനസ്സിലാക്കുക. ഫാത്തിഹ ഓതിയോ എന്ന് ഖിയാമിൽ സംശയിച്ചാൽ ഫാത്തിഹ ഓതിയതിനു ശേഷം മാത്രമേ റുകൂയിലേക്ക് പോകാവൂ. ഇമാമും മഅ്മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇപ്രകാരം ചെയ്യണം. ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ ഫാത്തിഹ ഓതിയതിനു ശേഷം മാത്രമേ റുകൂയിലേക്ക് പോകാവൂ. ഇമാമും മഅ്മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇപ്രകാരം തന്നെ ചെയ്യണം. റുകൂയിലോ മറ്റു റുക്കിനുകളിലോ എത്തിയതിനു ശേഷമാണ് ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും വേണം. മനസ്സിലാക്കണം കേട്ടോ. ശേഷം റുക്കൂ ചെയ്ത് തർത്തീബോടെ മറ്റു റുക്കുനുകളൊക്കെ ചെയ്യണം. അടുത്ത റക്കായത്തിലോ ഖിയാമിലോ ശേഷമോ ആണ് സംശയിച്ചതെങ്കിൽ കഴിഞ്ഞു പോയ റക്കായത്ത് പരിഗണനീയമല്ല. അതിനാൽ ഒരു റക്കായത്ത് കൂടുതൽ നിസ്കരിക്കണം. ഇമാമിൻ്റെ സലാമിന് ശേഷം മഅ്മൂം ഒരു റക്കായത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇമാം ഫാത്തിഹ ഓതാൻ മടങ്ങിയാൽ മഅ്മൂമും ഇമാമിനെ കാത്തു നിൽക്കണം. എന്നാൽ
എന്നാൽ ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം അതിലെ ഏതെങ്കിലും ആയത്ത് ഓതിയോ എന്ന് സംശയിച്ചാൽ കുഴപ്പമില്ല. ഫാത്തിഹ ഓതുമ്പോഴാണ് സംശയിച്ചതെങ്കിൽ സംശയിച്ച ആയത്ത് ഓതുകയും തുടർന്ന് തർത്തീബനുസരിച്ച് ഫാത്തിഹ ഓതുകയും വേണം. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ആയത്തിലാണ് സംശയിച്ചതെങ്കിൽ സംശയിച്ച ആയത്തിൻ്റെ അവിടെ നിന്ന് തുടർന്ന് തർത്തീബനുസരിച്ച് ഫാത്തിഹ ഓതണം. അപ്പോൾ ഈ ഭാഗം നന്നായി മനസ്സിലാക്കുക. നിസ്കാരത്തിൽ ഫാത്തിഹ ഒക്കെ സംശയിച്ചാലും ഓരോ റക്കായത്തിൽ അടുത്ത റക്കായത്തിലൊക്കെ സംശയിച്ചാലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കി പഠിക്കുക. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സലാം എന്നിവയല്ലാത്ത മറ്റു റുക്നുകളെല്ലാം ഫാത്തിഹയുടെ അതേ വിധിയാണ്. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സലാം എന്നിവയല്ലാത്ത മറ്റു റുക്നുകൾക്ക് ഫാത്തിഹയുടെ അതേ വിധി തന്നെയാണ്. എന്നാൽ പ്രസ്തുത റുക്നുകളോ നിസ്കാരത്തിന് ഷർത്തുകളോ ഭംഗം വരുത്തിയോ എന്ന് സലാമിന് ശേഷം സംശയിച്ചാൽ അതിന് കുഴപ്പമില്ല. അപ്പോൾ നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സലാം എന്നിവക്ക് സലാമിന് ശേഷം സംശയിച്ചാൽ അത് കുഴപ്പമില്ല. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം എന്നീ റുക്നുകൾ ചെയ്തോ എന്ന് സംശയിക്കുകയും ഓർമ്മ വരാതിരിക്കുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. നിയ്യത്ത് സംശയിച്ചാലോ ഏത് നിയ്യത്താണ് ചെയ്തത് എന്നൊക്കെ സംശയിച്ചാൽ ആ നിസ്കാരം ബാത്തിലാകും. നിസ്കാരം തീരുന്നതിന് മുമ്പ് സംശയിച്ചതാണെങ്കിൽ ആ നിസ്കാരം ബാത്തിലാകും. മനസ്സിലാക്കുക. അവയിൽ സംശയിച്ചു കൊണ്ട് ഏതെങ്കിലും റുക്ന് ചെയ്താലും അവ ചെയ്തോ എന്ന് സലാം ചൊല്ലിയതിന് ശേഷം സംശയിച്ചാലും അതേ വിധിയാണ്. മനസ്സിലാക്കുക. സലാം ചൊല്ലിയോ എന്ന് സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാകുന്ന ഒന്നും ചെയ്തില്ലെങ്കിലും സലാം ചൊല്ലി വിരമിക്കേണ്ടതാണ്. എന്നാൽ നിസ്കാരം ബാത്തിലാകുന്ന വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിസ്കരിക്കണം. മനസ്സിലാകാം. ഉടനെ ഫാത്തിഹ ഓതിയിട്ടില്ലെന്ന് ഓർമ്മ വന്നാൽ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാലോ, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഉടനെ എഴുന്നേറ്റ് നിൽക്കുകയും ഒരു റക്കാത്ത് കൂടി നിസ്കരിച്ച് സലാം ചൊല്ലി വിരമിക്കുകയും വേണം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ വീണ്ടും നിസ്കരിക്കണം. ബാത്തിലാകുന്ന കാര്യം ഉണ്ടായാൽ വീണ്ടും നിസ്കരിക്കണം. ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഫാത്തിഹ ഓതിയോന്ന് സംശയിച്ചാൽ ഉടനെ എഴുന്നേറ്റ് നിൽക്കുകയും ഒരു റക്കാത്ത് നിസ്കരിക്കുകയും വേണം. ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവന് അൽബാദ് സുന്നത്ത് ഒഴിവാക്കുകയും മനഃപൂർവ്വം അതിലേക്ക് തിരിച്ചു പോവുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. മനഃപൂർവ്വം അതിലേക്ക് തിരിച്ചു പോവുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവരോ അൽബാദ് സുന്നത്ത് ഒഴിവാക്കി അതിലേക്ക് തിരിച്ചു വന്നാൽ നിസ്കാരം ബാത്തിലാകും. മനസ്സിലാക്കുക. ചെയ്യാൻ മറന്നതാണെങ്കിൽ ഫർളുമായി ബന്ധപ്പെട്ടിരുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ അതിലേക്ക് തിരിച്ചു പോകൽ സുന്നത്താണ്. ഫർളുമായി ബന്ധപ്പെട്ടതിന് ശേഷം തിരിച്ചു പോയാൽ നിസ്കാരം ബാത്തിലാകും. ഫർളുമായി ബന്ധപ്പെട്ടതിന് ശേഷം തിരിച്ചു പോയാൽ നിസ്കാരം ബാത്തിലാകും. മഅ്മൂം അബ്ആൽ സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഇമാമിനോട് ചേരുന്നതിന് വേണ്ടി അതിലേക്ക് തിരിച്ചു പോകൽ ഉത്തമമാണ്. ചെയ്യാൻ മറന്നതാണെങ്കിൽ ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധവുമാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാലാണ് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. തദ്രിബാത്തിൽ വന്ന ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത 16ാമത്തെ പാഠം സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചിട്ടാണ്. കാലിൽ നീര് വരുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചിട്ടുണ്ട്, അങ്ങയുടെ സ്ഥാനം അല്ലാഹു തആല മഹത്തരമാക്കിയിട്ടുണ്ട്, പിന്നെന്തിനാണ് അങ്ങ് പ്രയാസപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, നന്ദിയുള്ള അടിമയാകാൻ ഞാൻ ആഗ്രഹിക്കേണ്ടയോ? അപ്പോൾ അവിടെ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് എന്താണ് പറഞ്ഞത്? നന്ദിയുള്ള അടിമയാകാൻ ഞാൻ ആഗ്രഹിക്കേണ്ടയോ എന്ന്. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. അവ ഫർള് നിസ്കാരത്തിൽ വരുന്ന ന്യൂനതകൾ നികത്തുന്നതാണ്. ഫർള് നിസ്കാരത്തിൽ വരുന്ന ന്യൂനതകൾ നികത്തുന്നത് സുന്നത്ത് നിസ്കാരങ്ങളാണ്. മനസ്സിലാക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ 2 വിധമാണ്, മുത്ലഖും മുഖയ്യദും. സമയമാവുകയോ കാരണവുമായോ ബന്ധമില്ലാത്ത നിസ്കാരമാണ് മുത്ലഖ്. സമയവുമായോ കാരണവുമായോ ബന്ധമില്ലാത്ത നിസ്കാരമാണ് മുത്ലഖ്. അതിലേതെങ്കിലും ഒന്നിനോട് ബന്ധമുള്ളതാണ് മുഖയ്യദ്. മനസ്സിലാക്കുക.
എന്താണ് മുത്തലക്ക്, എന്താണ് മുക്കയ്യദ് എന്ന് മനസ്സിലാക്കുക. നിസ്കാരം കറാഹത്തില്ലാത്ത ഏത് സമയങ്ങളിലും മുത്തലക്കായ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം. മുത്തലക്കിൽ ചുരുങ്ങിയത് ഒരു റക്അത്താണ്, കൂടിയതിന് പരിധിയില്ല. മുത്തലക്കായ നിസ്കാരം ചുരുങ്ങിയത് ഒരു റക്അത്താണ്, കൂടിയതിന് പരിധിയില്ല. ഓരോ 2 റക്അത്തിൽ നിന്നും സലാം ചൊല്ലി നിസ്കരിക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠത. അത് ജമാഅത്തായി നിസ്കരിക്കാൻ സുന്നത്തില്ല. മനസ്സിലാക്കുക. മുത്തലക്കായ നിസ്കാരത്തിൽ ജമാഅത്ത് നിർവഹിക്കൽ സുന്നത്തില്ല. മനസ്സിലാക്കുക. മുക്കയ്യദ് 2 വിധമാണ്. ജമാഅത്ത് സുന്നത്തുള്ളതുണ്ട്, അല്ലാത്തവയുണ്ട്. പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയെ തേടിയുള്ള നിസ്കാരം, തറാവീഹ്, റമളാനിലെ വിത്തർ എന്നിവ ജമാഅത്ത് സുന്നത്തുള്ള മുക്കയ്യദായ സുന്നത്ത് നിസ്കാരമാണ്. മുക്കയ്യദ് എന്ന് പറഞ്ഞാൽ സമയവും കാരണവുമായി ബന്ധപ്പെട്ട നിസ്കാരമാണ് മുക്കയ്യദ്. അതാണ് പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, അതൊക്കെ മനസ്സിലാക്കുക. ഉദാഹരണം സഹിതം എഴുതാൻ വന്നാൽ മനസ്സിലാക്കി പഠിക്കണം. റവാത്തിബ്, ലുഹ, തഹിയ്യത്ത്, ഇസ്തിറാഹ, അവ്വാബീന്, തഹജ്ജുദ്, ഇഹ്റാമിൻ്റെ നിസ്കാരം, ഉളൂഇൻ്റെ നിസ്കാരം, യാത്രയുടെ നിസ്കാരം, ഹാജത്ത് നിസ്കാരം, തവാഫിൻ്റെ നിസ്കാരം തുടങ്ങിയ നിസ്കാരങ്ങൾ ജമാഅത്ത് സുന്നത്തില്ലാത്തവയാണ്. മനസ്സിലാക്കുക. സൂര്യനുദിച്ച് പൊങ്ങുന്നത് മുതൽ ളുഹുർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. അത് 2 റക്അത്താണ്. ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം വൈകിയും വലിയ പെരുന്നാൾ നിസ്കാരം നേരത്തെയും നിസ്കരിക്കൽ സുന്നത്താണ്. അതിൻ്റെ ആദ്യ റക്അത്തിൽ ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം 7 തക്ബീറുകളും 2ാം റക്അത്തിൽ 5 തക്ബീറും ചൊല്ലണം. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. 1ാം റക്അത്തിൽ ഫാത്തിഹയ്ക്കു ശേഷം സൂറത്തുൽ ഖാഫ് അല്ലെങ്കിൽ സബ്ബി ഇസ്മ ഓതലും 2ാം റക്അത്തിൽ ഇഖ്തറബ അല്ലെങ്കിൽ ഹൽ അതാക ഓതലും സുന്നത്താണ്. നിസ്കാരത്തിന് ശേഷമാണ് അതിൻ്റെ ഖുതുബ നിർവഹിക്കേണ്ടത്. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഖുതുബ നിസ്കാരത്തിന് ശേഷമാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി പഠിക്കുക. എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയണം. സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വന്നാൽ നിങ്ങൾക്ക് ഏത് നിസ്കാരത്തെക്കുറിച്ചിട്ട് എഴുതാൻ കഴിയണം. മനസ്സിലാക്കുക. അടുത്ത ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് ഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയം. ചുരുങ്ങിയത് 2 റക്അത്താണ്. ഒരു റക്അത്തിൽ 2 ഖിയാമും 2 റുക്കൂവുമാണ് ഉണ്ടാവുക. ഒരു റക്അത്തിൽ 2 ഖിയാമും 2 റുക്കൂവും ഉണ്ടാകും. ഏത് നിസ്കാരത്തിലാണ്? ഗ്രഹണ നിസ്കാരത്തിലാണ് 2 ഖിയാമും 2 റുക്കൂവും ഉണ്ടാവുക. 2ാം ഖിയാമിലേക്കും 4ാം ഖിയാമിലേക്കും സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞാണ് ഉയരേണ്ടത്. ഖിയാമിലേക്ക് സമി അല്ലാഹു ലിമൻ, ഗ്രഹണ നിസ്കാരത്തിൻ്റെ ഖിയാമിലേക്ക് എന്തു പറഞ്ഞാണ് ഉയരേണ്ടത്? സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാണ് ഉയരേണ്ടത്. വെള്ളത്തിന് പ്രയാസപ്പെടുന്ന സമയത്താണ് ഇസ്തിഷ്കാ നിസ്കരിക്കുക. പെരുന്നാൾ നിസ്കാരം പോലെയാണ്, 2 റക്അത്തുകളാണ് ഇതിന്. പെരുന്നാൾ നിസ്കാരം പോലെയാണ് ഇസ്തിഷ്കാ. ഈ നിസ്കാരത്തിൽ ഖുതുബയിൽ തക്ബീറിന് പകരം ഖത്തീബ് ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ദുആഇൻ്റെ സമയത്ത് ഖിബ്ലക്ക് മുന്നിടുകയും ചെയ്യേണ്ടതാണ്. ഇസ്തിഷ്കാ, മഴയെ തേടിയുള്ള നിസ്കാരം. വെള്ളത്തിന് പ്രയാസം അനുഭവപ്പെടുമ്പോഴുള്ള നിസ്കാരമാണ് ഇസ്തിഷ്കാ. മനസ്സിലാക്കുക. ഇതിലെ നിസ്കാരത്തിൽ ഖുതുബയിൽ തക്ബീറിന് പകരം ഖത്തീബ് ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ദുആഇൻ്റെ സമയത്ത് ഖിബ്ലക്ക് മുന്നിടുകയും ചെയ്യണം. മനസ്സിലാക്കുക കേട്ടോ. അടുത്ത റമളാൻ രാത്രികളിൽ 10 സലാമോടെ നിർവഹിക്കേണ്ട 20 റക്അത്ത് നിസ്കാരമാണ് തറാവീഹ്. ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം. സഹാബികൾ മുതൽ ഇന്നോണമുള്ള ലോക മുസ്ലിങ്ങൾ 20 റക്അത്താണ് തറാവീഹ് നിസ്കരിച്ചത്. ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെയാണ് വിത്തറിൻ്റെ സമയം. ചുരുങ്ങിയത് 1 റക്അത്തും പൂർണ്ണതയുടെ ചെറിയ രൂപം 3 റക്അത്തുമാണ്. 11 റക്അത്തുകളാണ് പരിപൂർണമായ രൂപം. വിത്തറിൻ്റെ പരിപൂർണമായ രൂപം 11 റക്അത്താണ്. ചുരുങ്ങിയത് 1 റക്അത്ത്, പൂർണ്ണതയുടെ ചെറിയ രൂപം 3 റക്അത്താണ്. മനസ്സിലാക്കുക. സബ്ബി ഇസ്മ, കാഫിറൂന, അൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകളും യഥാക്രമം അവസാന 3 റക്അത്തുകളിൽ ഓതൽ സുന്നത്താണ്. സബ്ബി ഇസ്മ, കാഫിറൂന, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ യഥാക്രമം അവസാന 3 റക്അത്തുകളിൽ ഓതൽ സുന്നത്താണ്. വിത്തറിന് ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയലും 3ാമത്തേത് ശബ്ദമുയർത്തി പറയലും സുന്നത്താണ്. വിത്തർ നിസ്കാരത്തിന് ശേഷം പറയൽ സുന്നത്താണ്. എന്ത്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. മനസ്സിലാക്കുക. മുഅക്കദായ റവാത്തിബ് 10 റക്അത്തുകളാണ്. റവാത്തിബ് സുന്നത്തുകൾ 10 റക്അത്താണ്. മുഅക്കദല്ലാത്തവ 12ഉമാണ്. റവാത്തിബ് 22 റക്അത്താണ്. മുഅക്കദ് 10ഉം മുഅക്കദല്ലാത്തത് 12ഉമാണ്.
കബിലിയായ റവാത്തിബിന് ഫർള് നിസ്കാരത്തിന് ശേഷവും നിസ്കരിക്കാവുന്നതാണ്. കബിലിയായ റവാത്തിബിനെ ഫർള് നിസ്കാരത്തിന് ശേഷവും നിസ്കരിക്കാവുന്നതാണ്. ഫർള് നിസ്കാരത്തിന് ശേഷവും നിസ്കരിക്കാവുന്ന നിസ്കാരം കബിലിയായ റവാത്തിബിനെ ഫർള് നിസ്കാരത്തിന് ശേഷവും നിസ്കരിക്കാവുന്നതാണ്. ഖളാ ആവുകയില്ല. സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ചയാകുന്നത് വരെയാണ് ലുഹായുടെ സമയം. അതിൽ ചുരുങ്ങിയത് 2 റക്അത്താണ്. ഏറ്റവും ശ്രേഷ്ഠം 8ഉമാണ്. ഓരോ 2 റക്അത്തുകൾക്കിടയിലും സലാം വീട്ടണം. ആദ്യത്തെ 2 റക്അത്തുകൾ സൂറത്ത് ഷംസ്, ലുഹായോ അല്ലെങ്കിൽ കാഫിറൂന, ഇഖ്ലാസ് എന്നിവയോ ഓതൽ സുന്നത്താണ്. മനസ്സിലാക്കുക. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ഇശാഇന്റെ വക്ത് പ്രവേശിച്ചതിന് ശേഷം ഉറങ്ങി ഉണർന്നത് മുതൽ സുബ്ഹി വരെയാണ് അതിൻ്റെ സമയം. ഇത് 2 റക്അത്തുകൾ മുതൽ എത്രയും ആവാം. അത്തായ സമയമാണ് അതിന് ഏറ്റവും ഉത്തമം. അത്തായ സമയമാണ് അതിന് ഏറ്റവും ഉത്തമം. ഏതിന്? തഹജ്ജുദ് നിസ്കാരത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാത്രി നിസ്കരിക്കണം, അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ ശീലമാണ്. തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ രാത്രി നിസ്കരിക്കുക, അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ ശീലമാണ്. അത് അല്ലാഹു തആലയോട് അടുപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. പാപം ചെയ്യുന്നതിൽ നിന്ന് അത് നിങ്ങളെ തടയുന്നു. മോശമായ പ്രവൃത്തികൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ശരീരത്തിൽ നിന്നും രോഗത്തെ പുറന്തള്ളുന്നു. തഹജ്ജുദ് നിസ്കരിച്ചാലുള്ള നേട്ടങ്ങൾ എന്താണ്? അല്ലാഹു തആലയോടുള്ള അടുപ്പിക്കുന്നതിനുള്ളൊരു മാർഗമാണ്. പാപം ചെയ്യുന്നതിൽ നിന്ന് അത് നിങ്ങളെ തടയുന്നു. മോശമായ പ്രവൃത്തികൾക്കുള്ള പ്രായശ്ചിത്തമാകുന്നു. ശരീരത്തിൽ നിന്ന് രോഗം പുറന്തള്ളുന്നു. തഹജ്ജുദ് നിസ്കരിച്ചാലുള്ള ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി പഠിക്കുക. എത്രയാണ് ഫിഖ്ഹുൽ ഇസ്ലാമിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഭാഗങ്ങൾ. പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്കൊരു ചോദ്യപേപ്പർ കൂടി ഉണ്ട്, അതുകൂടി അടുത്ത് തന്നെ വീഡിയോ ആയിട്ട് ചെയ്യണം. എല്ലാവരും ഉപകാരപ്പെടുത്തുക, പഠിക്കുക. എല്ലാവർക്കും നന്നായി മനസ്സിലാക്കി പഠിക്കാനും പരീക്ഷ എഴുതാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.